ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. പുതുവർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആണ് നമുക്ക്. അതുപോലെ തന്നെ പുതുവർഷം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോയിലേക്ക് പോകാം. സെയിലിനായിട്ടുള്ള ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്ന ക്രിസാന്തിമത്തിൻ്റെ തൈകളാണ് കേട്ടോ. ഇത് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇത് നാടൻ ക്രിസാന്തിമമാണ്. അപ്പോൾ ഒരു അത്യാവശ്യം 2-3 ഷൂട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 40 രൂപയാണ്. DTDC കൊറിയർ സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നതായിരിക്കും. അക്കൗണ്ട് മെത്തേഡ് വന്നത് GP ആണ് കേട്ടോ. അടുത്തത് മരമുല്ലയുടെ, അതായത് ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട മരമുല്ലയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയ തൈകളാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് നിറച്ച് കാണപ്പെടും. നല്ല മണമുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. റേറ്റ് വരുന്നത് 100 രൂപയാണ്. അടുത്ത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ക്രീപ്പർ പ്ലാന്റ് ആയ യെല്ലോ ജാസ്മിൻ്റെ തൈകളാണ് കേട്ടോ. ഇതാണ് അതിലുണ്ടാകുന്ന ഫ്ലവേഴ്സ് ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 75 രൂപയാണ് കേട്ടോ. ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വളർത്താം, ഇല്ലെങ്കിൽ കുറ്റിച്ച് നമുക്ക് ചട്ടിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് നിക്കോഡിയ പ്ലാന്റിൻ്റെ തൈകളാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ നിക്കോഡിയ വീണ്ടും സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. 60 രൂപയാണ് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത്. വെള്ളം കുറച്ച് മാത്രം ആവശ്യമുള്ളൊരു പ്ലാന്റാണ്. ഓവറായിട്ട് വെള്ളം വീണാൽ ഈ പ്ലാന്റ് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അടുത്ത് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മെലസ്റ്റോമയുടെ തൈകളാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള തൈകൾ തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. 40 രൂപയെ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമൻ്റ് ഇടുന്ന ആൾ പേരും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേര് മെൻഷൻ ചെയ്ത ആ വ്യക്തിക്ക് ഒരു വ്യക്തിയെ പേര് പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഈ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. ഇത് അടുത്ത് സെയിലിനായിട്ടുള്ളത് ദേവദാരുവിൻ്റെ തൈകളാണ്. ദേവദാരു അത്യാവശ്യം മരമായിട്ട് വളർന്നു പോകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. ഇത് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നൊരു ചെടിയാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. ആവശ്യമുള്ളവർ വാങ്ങിക്കോളൂ. അടുത്തത് ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട ചെമ്പരത്തിയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള റോസ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ചെമ്പരത്തിയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. അപ്പോൾ ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്ത കളർ വരുന്നത് ഈ കാണുന്നതാണ്. ഒരു റെഡും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമേ നമുക്ക് ഇത് സ്റ്റോക്കുള്ളൂ. അപ്പോൾ ആവശ്യക്കാർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാവുന്നവർ സ്ക്രീൻഷോട്ട് അയയ്ക്കുക, ഇല്ലെങ്കിൽ പേര് ടൈപ്പ് ചെയ്ത് അയച്ചാലും മതി. അടുത്തത് ഈ യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ചെമ്പരത്തിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇതിനും റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഹൈബ്രിഡ് വെറൈറ്റിയിൽപ്പെട്ട ചെമ്പരത്തിയാണ്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു റെഡ് കളറും വരുന്നുണ്ട് കേട്ടോ. അടുത്തത് വൈസ്രോയ് ചെമ്പരത്തിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് നിറച്ചുണ്ടാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്തത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലവർ തന്നെ 3 കളറിലേക്ക് ചേഞ്ച് ആകുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. ഇത് നാടൻ വെറൈറ്റിയിൽപ്പെട്ടതാണ് കേട്ടോ. അടുത്തത് ചെമ്പരത്തിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. വെണ്ടച്ചെമ്പരത്തി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 45 രൂപയാണ്. ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത പ്ലാന്റ് വരുന്നത് റോസാണ്. ഒരു നാടൻ റോസിൻ്റെ തൈയാണ് കേട്ടോ. പനിനീർ റോസിൻ്റെ റെഡ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. നിറച്ച് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. നാടൻ റോസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നശിച്ചു പോകത്തില്ല. അതും കമ്പ് വെട്ടിപ്പിടിപ്പിച്ച തൈകളാണ്. ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ചേഞ്ചിങ് റോസിൻ്റെ തൈകളാണ്. അപ്പോൾ ഒരു ഫ്ലവർ 2 നിറത്തിലേക്ക് മാറുന്നു എന്നതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്ത് കലാത്തിയ ലൂട്ടിയുടെ ചെറിയ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ. കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗ് വഴി നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്ലവറിംഗ് പ്ലാന്റായ ലോറ പെറ്റാലത്തിൻ്റെ തൈകളാണ്. ഡാർക്ക് പിങ്ക് കളറുള്ള ഫ്ലവേഴ്സ് ഇതിലുണ്ടാകുന്നുണ്ട്. ചട്ടിയിലും നിലത്തും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്തത് നമ്മുടെ നാടൻ പിച്ചിയാണ്. അപ്പോൾ പിച്ചിയുടെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 45 രൂപയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ്. പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 45 രൂപ.
അടുത്തത് എല്ലാ വീഡിയോയിലും ഞാൻ കൊണ്ടുവരുന്നൊരു പ്ലാന്റാണ് പവിഴമല്ലി. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഇതിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്തത് മെഡിസിനൽ പ്ലാന്റായ മക്കോട്ട ദേവയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ്. ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. അടുത്തത് ആഫ്രിക്കൻ മല്ലിയുടെ തൈകളാണ്. ഹെൽത്തി ആയിട്ടുള്ള ആഫ്രിക്കൻ മല്ലിയുടെ പ്ലാന്റ്സുകൾക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. 50 രൂപയെ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഏലത്തിൻ്റെ തൈകളാണ്. ഏലത്തിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഒരുപാട് പേർക്ക് കിട്ടാതെ പോയ തൈകളാണ്. അപ്പോൾ ഇതാ പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 2ഉം 3ഉം ഷൂട്ടുള്ള പ്ലാന്റ്സുകളും ഉണ്ട്, ഒറ്റ ഷൂട്ടുള്ള പ്ലാന്റും ഉണ്ട്. റേറ്റ് വരുന്നത് 75 രൂപയാണ്. അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയ ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. 45 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഹൈഡ്രാഞ്ചിയുടെ തൈകൾ സെയിലിനായിട്ടുണ്ട്. 60 രൂപയാണ് ഈ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത്. ഇതിലുണ്ടാകുന്ന ഫ്ലവേഴ്സിൻ്റെ കളറ് ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. റേറ്റ് വരുന്നത് 60 രൂപ. അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അഗ്ലോണിമയുടെ ബേബി പ്ലാന്റ്സ് ആണ്. ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് 45 രൂപയാണ് കേട്ടോ. ഇത് ഓഫർ പ്രൈസാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 45 രൂപ. ഇതിൻ്റെ തന്നെ പിങ്ക് ഷെയ്ഡിൽ വരുന്നത് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇത് ഈ കാണിക്കുന്നതൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലുള്ള കളറിനും റേറ്റ് വരുന്നത് 45 രൂപയാണ്. ഇതുപോലെ ചകിരിച്ചോറിൽ റൂട്ട് പിടിപ്പിച്ച തൈകളാണ്. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. 45 രൂപയാണ്. രണ്ടിനും റേറ്റ് വരുന്നത് 45 രൂപ. അടുത്തത് ക്രോട്ടൺ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ. ഈ വലുപ്പത്തിലുള്ള ക്രോട്ടൺ പ്ലാന്റിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് 45 രൂപയാണ്. ഇതിൻ്റെ ലീഫിലൊരു യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. 45 രൂപ ഓഫർ പ്രൈസാണ്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതും ക്രോട്ടൻ്റെ തന്നെ ഈ ഒരു വെറൈറ്റിയാണ്. റെഡും ഗ്രീനും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതിനും റേറ്റ് വരുന്നത് 45 രൂപയാണ്. അടുത്ത ക്രോട്ടൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. കേളി ടൈപ്പിൽ ലീഫോട് കൂടിയ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 45 രൂപയാണ്. ഇതുപോലുള്ള യെല്ലോ കളറ് ഇതിൻ്റെ ബോർഡറിലായിട്ട് കയറി വരും. റേറ്റ് വരുന്നത് 45 രൂപ. അടുത്തത് കമേലിയാണ്. കമേലിയിൽ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സിൻ്റെ തൈകൾ സെയിലിനായിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച കമൻ്റ് ഇട്ടവരിൽ നിന്ന് സെലക്ട് ചെയ്ത സബിത ശശികുമാർ ശൂരനാട് എന്നറിയപ്പെടുന്ന മാഡത്തിന് നമ്മൾ ഈ പ്ലാന്റ് ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. സി സി ഒന്നും ഇല്ലാതെ നമ്മൾ ഈ ആഴ്ച തന്നെ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ആ മാഡം വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. അടുത്തത് ക്രീപ്പർ പ്ലാന്റായ ജെയ്ഡ് വൈൻ്റെ തൈകൾ സെയിലിനായിട്ടുണ്ട്. ഇതാണ് അതിലുണ്ടാകുന്ന ഫ്ലവേഴ്സ്. ജെയ്ഡ് വൈൻ റെഡിൻ്റെ തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. പ്ലാന്റ് സൈസിൽ കാണിക്കുന്നതാണ്. ഇതിനേക്കാളും അല്പം കൂടി വള്ളി വീശി തുടങ്ങിയ വലിയ പ്ലാന്റുകളായിരിക്കും സെയിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 450 രൂപയാണ്. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റായ ലൂബിയുടെ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. ലൂബിക്ക ലെവലോലി എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. റേറ്റ് വരുന്നത് 50 രൂപയാണ്. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. അടുത്തത് കുടംപുളിയുടെ തൈകളാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് സെയിൽ ചെയ്യുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. റേറ്റ് വരുന്നത് 150 രൂപയാണ് കേട്ടോ. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റായ നല്ല നാടൻ വരിക്കപ്ലാവിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ്. എല്ലാം ഗ്രാഫ്റ്റ് ചെയ്തതാണ്. റേറ്റ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. അപ്പോൾ നാടൻ വരിക്കച്ചക്ക കഴിക്കണമെന്നുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. 200 രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഒരു പ്ലാന്റിൻ്റെ റേറ്റാണ് ഈ പറയുന്നത്. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റായ മിൽക്ക് ഫ്രൂട്ടിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ. പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മുള്ളാത്തയുടെ തൈകളാണ് കേട്ടോ. ഈ വലിപ്പത്തിലുള്ള മുള്ളാത്തയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. പുളിപ്പും മധുരവും ചേർന്നുള്ളൊരു ടേസ്റ്റാണ് ഇതിൻ്റെ ഫ്രൂട്ടുകൾക്കുണ്ടാകുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ആപ്പിൾ ചാമ്പയുടെ തൈകളാണ്. എയർലെയർ ചെയ്ത ആപ്പിൾ ചാമ്പയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ്. അടുത്തതും ഫ്രൂട്ട് പ്ലാന്റ് ആണ്. മലയൻ ചാമ്പ അല്ലെങ്കിൽ പനിനീർ ചാമ്പ എന്നറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളാണ്. ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്ത് വരുന്നത് കാപ്പിയുടെ തൈകളാണ്. ഹെൽത്തി ആയിട്ടുള്ള കാപ്പിയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയട്ടെ, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇസ്രായേൽ ഓറഞ്ച് അല്ലെങ്കിൽ കുംക്യാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൂട്ടോട് കൂടിയ തൈകളായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത്. പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രൂട്ട് തൊലിയോട് കൂടി കഴിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 250 രൂപയാണ്.
അടുത്തത് റൊളേനിയത്തിൻ്റെ തൈകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആത്തിച്ചക്ക പോലെ തന്നെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത്. ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 90 രൂപയാണ് കേട്ടോ. അടുത്തത് ഫ്രൂട്ട് പ്ലാന്റായ തായ്ലാൻഡ് ഓൾ സീസൺ മാംഗോ ട്രീയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ. ഇതിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 180 രൂപയാണ്. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഇതാണ് പ്ലാന്റ് സൈസ്. 180 രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് സീറ്റമ്പഴത്തിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്ന് ഒരുപാട് പേർക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനേക്കാളും വലിയ പ്ലാന്റുകളാണ് ഇപ്പോഴത്തെ ലോഡിൽ വന്നിരിക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്, പൂക്കളൊക്കെ ആയി തുടങ്ങിയ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 400 രൂപയാണ്. ആവശ്യക്കാർ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ധാരാളം പുതിയ പ്ലാൻസൊക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും അതിൻ്റെ നന്ദി അറിയിക്കട്ടെ. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.